അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോപ്പസ്, നമ്മുടെ നീരാളി കേട്ടിട്ടില്ലേ? നീരാളിയെ നമ്മൾ പുരട്ടിയെടുക്കാൻ പോവാം. ഒക്ടോപ്പസ് നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നല്ലോണം വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് അതിൻ്റെ ബാക്കിലെ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്ത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കുക. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കാം. വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം തോരാണ്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാന് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് നമുക്ക് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള നമുക്ക് മഞ്ഞൾപ്പൊടി, ഇത് വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ഗരം മസാല ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നീരാളി ഒക്ടോപ്പസ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ആ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഓൾറെഡി വേവിച്ചതാണ്. നമുക്ക് നല്ലവണ്ണം അതിനൊന്ന് പുരട്ടിയെടുക്കാം. നല്ല ആവി പറക്കുന്ന ഉപ്പും നമ്മുടെ ഒക്ടോപ്പസ് ഇങ്ങനെ കുഴച്ച് ഒരു രക്ഷയില്ല. നല്ല ചൂട് ഗോതമ്പൊട്ടും ഒക്ടോപ്പസ് പുരട്ടിയെടുത്തത്.